നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു മുദ്രയെക്കുറിച്ചാണ്, വരുണമുദ്ര. ഇപ്പോൾ നൊയമ്പ് കാലമാണല്ലോ. ഇപ്പോൾ റംസാൻ അതുപോലെ തന്നെ ഈസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും നല്ല നൊയമ്പിലാണ്. ഇപ്പോഴാണ് അന്തരീക്ഷത്തിലാണ്, നല്ല ചൂടുമാണ്. അപ്പോൾ ഈ നൊയമ്പും വ്രതമൊക്കെ എടുക്കാൻ നേരത്ത് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു മുദ്ര ഇതിനോടൊപ്പം പാരലായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ മുദ്ര നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലത്വം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഡ്രൈനെസ് മാറുന്നു. അപ്പോൾ നമ്മൾ വ്രതമൊക്കെ എടുക്കുമ്പോൾ, നൊയമ്പൊക്കെ എടുക്കുമ്പോൾ ചുണ്ടുകളൊക്കെ ഡ്രൈനെസ് ആകുന്നു. ആ ഡ്രൈനെസ്സൊക്കെ ഒഴിവായി എപ്പോഴും നല്ല സ്കിന്നിനൊക്കെ നല്ല ഫ്ലോ കിട്ടാനായിട്ട് ഒക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ മുദ്ര എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ പറയാം. മുദ്ര ചെയ്യാം. ഏതെങ്കിലും ഒരു സിറ്റിംഗ് പോസ്റ്ററിലിരിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ചെയറിലിരുന്നാലും മതി. നടു നിവർന്നിരിക്കണം. നമ്മുടെ കൈകളുടെ ചെറുവിരലും തള്ളവിരലും തമ്മിൽ ചേർത്ത് പിടിക്കുക. നമ്മുടെ കൈയുടെ ചെറുവിരലും തള്ളവിരലും, സംശയമില്ലല്ലോ, നമ്മുടെ ചെറുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ചിട്ട് ഇത് നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത് ആയിട്ട് മലർത്തി പിടിക്കുക. ബാക്കി 3 വിരലുകൾ നിവർത്തി പിടിക്കുക. ഇതുപോലെ നിവർത്തി പിടിച്ചിട്ട് നോർമലായിട്ട് ശ്വാസം ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുക. ഈ രീതിയിൽ നമ്മൾ ഒരു 25 മിനിറ്റ് രാവിലെയും അതുപോലെ തന്നെ 25 മിനിറ്റ് വൈകിട്ടും നമുക്കിങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 45 മിനിറ്റൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. അല്ല നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ 2 or 3 തവണയായിട്ട് ഈ 40 മിനിറ്റിന് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലത്വം ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാ ഡീഹൈഡ്രേഷൻ, ഈ നൊയമ്പ് ഫാസ്റ്റിംഗ് സമയത്തൊക്കെ ഡീഹൈഡ്രേഷൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ നൊയമ്പ് കാലത്ത് ഏറ്റവും പറ്റിയ ഒരു മുദ്രയാണ്, നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റിയൊരു മുദ്രയാണ് വരുണമുദ്ര. അപ്പോൾ നിങ്ങളിത് അനുഷ്ഠിച്ച് നോക്കുക. അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ഇതിലൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു നല്ലൊരു ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമസ്തേ.